എല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 2 നിന്നുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ്. പ്രധാനപ്പെട്ട എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ചാപ്റ്റർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും ബിസിനസ്സിൻ്റെ രൂപങ്ങൾ 5 തരത്തിലാണ്. 1 സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, 2 പാർട്ട്ണർഷിപ്പ്, 3 കോഓപ്പറേറ്റീവ് സൊസൈറ്റി, 4 ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, 5 ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഈ 5 തരത്തിലുള്ള ബിസിനസ്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ സ്ട്രക്ചർ ഇൻ വിച്ച് ദർ ഈസ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഈസ് കോൾഡ്. ഉടമസ്ഥതയും ഭരണവും വേർതിരിക്കപ്പെട്ട ബിസിനസ് രൂപമാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ബി പാർട്ട്ണർഷിപ്പ്, സി കമ്പനി, ബി ഓൾ ബിസിനസ് ഓർഗനൈസേഷൻ. ഏകാംഗ വ്യാപാരം, പങ്കാളിത്തം, കമ്പനി, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും. ആൻസർ സി കമ്പനി. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ കർത്ത ഇൻ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഹാസ്. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിലെ കർത്തയ്ക്ക് ഓപ്ഷൻ എ ലിമിറ്റഡ് ലയബിലിറ്റി, ഓപ്ഷൻ ബി അൺലിമിറ്റഡ് ലയബിലിറ്റി, ഓപ്ഷൻ സി നോ ലയബിലിറ്റി ഫോർ ഡെബ്റ്റ്സ്, ഡി ജോയിന്റ് ലയബിലിറ്റി. റൈറ്റ് ആൻസർ അൺലിമിറ്റഡ് ലയബിലിറ്റി. അനിശ്ചിത ബാധ്യതയായിരിക്കും കർത്തയ്ക്ക് ഉണ്ടായിരിക്കുക. പൊതുവിൽ കൂട്ടുകുടുംബ ബിസിനസ്സാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയാണ് കർത്ത. അയാളായിരിക്കും ബിസിനസ്സിൻ്റെ മുഴുവൻ ബാധ്യതയും ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അയാളുടെ ബാധ്യത എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദ പ്രിൻസിപ്പിൾ ഫോളോവ്ഡ് ഈസ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ തത്വം. ഓപ്ഷൻ എ 1 ഷെയർ 1 വോട്ട്, ബി 1 മാൻ 1 വോട്ട്, സി നോ വോട്ട്, ഡി മൾട്ടിപ്പിൾ വോട്ട്. റൈറ്റ് ആൻസർ 1 മാൻ 1 വോട്ട്. എപ്പോഴും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിലവിലുള്ള പ്രിൻസിപ്പിൾ പ്രകാരം ഒരു വ്യക്തിക്ക് 1 വോട്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ഇലക്റ്റഡ് ബൈ. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഡയറക്ടർമാരുടെ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ എ ജനറൽ പബ്ലിക്, ബി ഗവൺമെൻറ് ബോഡീസ്, സി ഷെയർ ഹോൾഡേഴ്സ്, ഡി എംപ്ലോയീസ്. റൈറ്റ് ആൻസർ ഷെയർ ഹോൾഡേഴ്സ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലുള്ള ഡയറക്ടർമാരുടെ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓഹരി ഉടമകളായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അലൗഡ് ഇൻ ദ ബാങ്കിങ് ബിസിനസ് ഈസ്. ഓപ്ഷൻ എ 20, ബി 10, സി നോ ലിമിറ്റ്, ഡി 2. റൈറ്റ് ആൻസർ ബി 10. ബാങ്കിങ് ബിസിനസ്സിൻ്റെ കേസിൽ പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിട്ടാണ് ബാങ്കിങ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ പരമാവധി 10 പേരെയാണ് ഉൾപ്പെടുത്തേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 6, Profits do not have to be shared.
ദിസ് സ്റ്റേറ്റ്മെന്റ് റെഫേഴ്സ് ടു. ലാഭം വീതിക്കേണ്ടതില്ല ഈ പ്രസ്താവന ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ പാർട്ട്ണർഷിപ്പ്, ബി ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, സി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഡി കമ്പനി. ഇതിൽ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ ലാഭം വീതിക്കപ്പെടും. അപ്പോൾ റൈറ്റ് ആൻസർ ഇവിടെ സി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് ഏകാംഗ വ്യാപാരം. Question number 7. The capital of a company is divided into number of parts, each one of which are called. ഒരു കമ്പനിയുടെ മൂലധനം ഒരുപാട് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അതിനെ ഓപ്ഷൻ എ ഡിവിഡൻഡ്, ബി പ്രോഫിറ്റ്, സി ഇൻട്രസ്റ്റ്, ഡി ഷെയർ. ആൻസർ ഡി ഷെയർ. ഒരു കമ്പനിയുടെ മൂലധനത്തെ ഒരുപാട് ഭാഗങ്ങളായി തരംതിരിച്ചു കഴിഞ്ഞാൽ അതിനെ പൊതുവെ പറയുന്നത് ഷെയർ അല്ലെങ്കിൽ ഓഹരി എന്ന പേരിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. The head of the joint Hindu family business is called. ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ തലവനെ വിളിക്കുന്ന പേര്. എ പ്രൊപ്പറേറ്റർ, ബി ഡയറക്ടർ, സി കർത്ത, ഡി മാനേജർ. റൈറ്റ് ആൻസർ കർത്ത. ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് കർത്ത. അതുപോലെ തന്നെ അതിലുള്ള മറ്റുള്ള അംഗങ്ങൾ അറിയപ്പെടുന്നത് കോ പാഴ്സണേഴ്സ് എന്ന പേരിലാണ്. ആ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. പ്രൊവിഷൻ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ടു ദ മെമ്പർ അറ്റ് എ റീസണബിൾ റേറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ്. ന്യായമായ നിരക്കിൽ ഭവന സൗകര്യങ്ങൾ നൽകുക എന്നത്. ഓപ്ഷൻ എ പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ബി കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സി ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഡി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൈറ്റ് ആൻസർ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഭവന നിർമ്മാണ സഹകരണ സംഘങ്ങളാണ് ന്യായമായ നിരക്കിൽ വായ്പാ സൗകര്യങ്ങൾ നൽകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. A partner whose association with the firm is unknown to the general public is called. പൊതുജനങ്ങൾക്ക് അറിയാത്ത സ്ഥാപനത്തിന്റെ പങ്കാളിയെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആക്റ്റീവ് പാർട്ണർ, ബി സ്ലീപ്പിംഗ് പാർട്ണർ, സി നോമിനൽ പാർട്ണർ, ഡി സീക്രട്ട് പാർട്ണർ. പൊതുജനങ്ങൾ അറിയാത്ത സ്ഥാപനത്തിന്റെ പങ്കാളി പൊതുവെ അറിയപ്പെടുന്നത് സീക്രട്ട് പാർട്ണർ എന്ന പേരിലാണ്. ആൻസർ ഡി സീക്രട്ട് പാർട്ട്നേഴ്സ്, അതായത് രഹസ്യ പങ്കാളി. ഇങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ബിസിനസ് ഡു യു തിങ്ക് എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ വുഡ് ബി സ്യൂട്ടബിൾ ആൻഡ് വൈ? താഴെ പറയുന്ന ഏത് തരം ബിസിനസ്സാണ് ഒരു ഏകാംഗ വ്യാപാരത്തിന് അനുയോജ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ട്? എ ഗ്രോസറി സ്റ്റോർ, ബി മെഡിക്കൽ സ്റ്റോർ, സി ലീഗൽ കൺസൾട്ടൻസി, ഡി ക്രാഫ്റ്റ് സെന്റർ, ഇ ഇന്റർനെറ്റ് കഫേ, എഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇവിടെ നമുക്ക് അറിയാം ഈ പറഞ്ഞിരിക്കുന്ന 6 ഓപ്ഷനിൽ ഒരു ഏകാംഗ വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നുന്ന സ്റ്റോർ അല്ലെങ്കിൽ സ്ഥാപനം ഏതാണെന്ന് നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഗ്രോസറി സ്റ്റോർ, നമുക്കറിയാം ഗ്രോസറി സ്റ്റോറിൻ്റെ കേസിൽ അതൊരു വ്യക്തിക്ക് മാത്രം നടത്താൻ സാധിക്കുന്നതാണ്. മെഡിക്കൽ സ്റ്റോറിൻ്റെ കേസിലും അതൊരു വ്യക്തിക്ക് നടത്താൻ സാധിക്കും. ലീഗൽ കൺസൾട്ടൻസി എന്ന് പറയുന്നത് അത് പ്രൊഫഷണൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് ഏകാംഗ വ്യാപാരത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ഡി ക്രാഫ്റ്റ് സെന്റർ, അതും ഒരു വ്യക്തിക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഈ ഇന്റർനെറ്റ് കഫേ അതും സാധ്യമാണ്. എഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, അതും പ്രൊഫഷണൽ സർവീസിൽ ഉൾപ്പെടുന്നതാണ്. അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ ഭാഗമല്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്
Sole proprietorship of form of business will be more suitable for grocery store, medical store, craft center and internet cafe because it requires less capital, limited managerial skill and low risk. അപ്പം 3 കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കേസിൽ കുറഞ്ഞ മൂലധനം മാത്രം മതി, അതുപോലെ തന്നെ മാനേജീരിയൽ സ്കില്ല് ഒരുപാട് വേണമെന്നില്ല, അതുപോലെ തന്നെ റിസ്ക് ഒരുപാട് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല, കുറഞ്ഞ റിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. For which of the following types of business do you think a partnership form of organization would be suitable and why? ഏത് തരം ബിസിനസ്സാണ് പങ്കാളിത്ത സ്ഥാപനം അനുയോജ്യം, എന്തുകൊണ്ട്? എ ഗ്രോസറി സ്റ്റോർ, ബി മെഡിക്കൽ സ്റ്റോർ, സി ലീഗൽ കൺസൾട്ടൻസി, ഡി ക്രാഫ്റ്റ് സെന്റർ, ഇ ഇന്റർനെറ്റ് കഫേ, എഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇപ്പം നേരത്തെ തന്നിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്ത സ്ഥാപനത്തിന് അനുയോജ്യമായിട്ട് വരുന്നുള്ളൂ. സി ലീഗൽ കൺസൾട്ടൻസിയും അതുപോലെ തന്നെ എഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയും. സോ ദ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ വിൽ ബി സൂട്ടബിൾ ഫോർ legal consultancy and chartered accountancy because this type of business requires professional service. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുപോലെ തന്നെ ലീഗൽ സർവീസ്, ഇതൊക്കെ ലോയേഴ്സ് അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇത്തരത്തിലുള്ള മേഖലയിൽ പ്രധാനമായിട്ടും വേണ്ടത് പ്രൊഫഷണൽ സ്കില്ലും അതിനുള്ള നോളജുമാണ്. അതുകൊണ്ട് തന്നെ അത് അനുയോജ്യമായിട്ട് വരുന്നത് പങ്കാളിത്ത സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ പങ്കാളിത്ത സ്ഥാപനമായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സർവീസ് ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഇൻ ബ്രീഫ്. 4 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങളോട് വിശദീകരിക്കാൻ പറയുന്നത്. 1 പെർപെച്വൽ സക്സഷൻ ആണ്, രണ്ടാമത്തേത് കോമൺ സീൽ, 3 കർത്ത, 4 ആർട്ടിഫിഷ്യൽ പേഴ്സൺ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് ഒരു ജോൺ സ്റ്റോ കമ്പനിയുടെ കേസിൽ അതിന് നിർബന്ധമായിട്ടും വേണ്ട അനിവാര്യമായ ഒരു സവിശേഷതയാണ്. സോ ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് എ കോർപ്പറേഷൻസ് ഓർ ദ ഓർഗനൈസേഷൻ എക്സിസ്റ്റൻസ് ഡിസ്പൈറ്റ് ദ ഡെത്ത്, ബാങ്ക്രപ്റ്റി, ഇൻസാനിറ്റി, ചേഞ്ച് ഇൻ മെമ്പർഷിപ്പ് ഓർ എൻ എക്സിറ്റ് ഫ്രം ദ ബിസിനസ് ഓഫ് എനി ഓണർ ഓർ മെമ്പർ ഓർ എനി ട്രാൻസ്ഫർ ഓഫ് സ്റ്റോക്ക് എക്സെട്ര. അതായത് ഒരു ജോൺ സ്റ്റോ കമ്പനിയാണെങ്കിൽ അവിടെ ഒരു പാർട്ട്ണർ അവിടെ ഒരു ഷെയർ ഹോൾഡർ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ പാപ്പരാവുകയോ അല്ലെങ്കിൽ അയാൾക്ക് ചിത്തഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ മൂലം അയാൾക്ക് ബിസിനസ്സിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അത് ബിസിനസ്സിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ പൊതുവിൽ ജോൺ സ്റ്റോ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ട് നിലനിൽക്കാനുള്ള കഴിവിനെ അല്ലെങ്കിൽ എബിലിറ്റിയാണ് നമ്മളിവിടെ പെർപെച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് കോമൺ സീൽ, അതും ജോൺ സ്റ്റോ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. സോ ഇറ്റ് ഈസ് എ സീൽ വിത്ത് എ മോട്ടഡ് ഗ്രേ ബ്രൗൺ കോട്ട് ആൻഡ് എ കോൺകേവ് പ്രൊഫൈൽ ഫൗണ്ട് എലോങ് നോർത്ത് അറ്റ്ലാന്റിക് ആൻഡ് നോർത്ത് പസഫിക് കോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജോൺ സ്റ്റോ കമ്പനിയുടെ കേസിൽ നിർബന്ധമായിട്ടും അതിന് ഒരു നിശ്ചിത ഫോമിലുള്ള സീൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ സീലോട് കൂടിയാണ് ബിസിനസ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള അഗ്രിമെന്റ്സിലും അതുപോലെ തന്നെ കോൺട്രാക്റ്റിലും എൻഗേജ് ചെയ്യുന്നത്. ഈ സീലില്ലാതെ ഒരിക്കലും തന്നെ ബിസിനസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നർത്ഥം. നെക്സ്റ്റ് കർത്തയെക്കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് കർത്ത എന്ന് പറയുന്നത്. അയാളാണ് ബിസിനസ് ലീഡ് ചെയ്യുന്നത്. അടുത്തത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വെച്ചാൽ കൃത്രിമമായിട്ടുള്ള വ്യക്തിയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ജോൺ സ്റ്റോ കമ്പനിയുടെ കേസിൽ എപ്പോഴും ജോൺ സ്റ്റോ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഗിവൺ certain legal rights and duties of a human being. So an artificial person is also referred to as a fictitious person, juristic person, juridical person, legal person or moral person. Question number 4. Compare the status of minor
in joint Hindu family business with that in a partnership firm. ഒരു ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിലെയും പങ്കാളിത്ത സ്ഥാപനത്തിലെയും മൈനറിൻ്റെ പദവികൾ തമ്മിൽ താരതമ്യം ചെയ്യുക. നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത്. എക്സാമിന് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. ഇവിടെ ആൻസറിൽ പറയുന്നത് ജനനത്തോടുകൂടി ഒരാൾ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിലെ ഒരംഗമായി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ പങ്കാളിത്ത ബിസിനസ്സിൽ നിയമപരമായിട്ട് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഫോം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാലാവധിയിലുള്ള കരാറിൽ ഏർപ്പെടാൻ മൈനർക്ക് കഴിയില്ല എന്നർത്ഥം. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവിടെ ഒരു അഗ്രിമെൻ്റ് വേണം. ആ അഗ്രിമെൻറ്റിൽ ഏർപ്പെടാനുള്ള എബിലിറ്റി ഒരിക്കലും തന്നെ ഒരു മൈനർക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു മൈനർക്ക് ഒരിക്കലും ഒരു പങ്കാളിയാകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ ഗുണഭോക്താവായിട്ട് ഒരു മൈനർക്ക് നിയമിതനാവാവുന്നതും ആ ബിസിനസ്സിൽ തുടരാനും സാധിക്കും. പക്ഷേ ഒരിക്കലും തന്നെ ഒരു പങ്കാളിക്ക് ലഭിക്കുന്ന റൈറ്റ്സും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ഒരിക്കലും ഒരു മൈനറായിട്ടുള്ള വ്യക്തിക്ക് ലഭിക്കില്ല. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. If registration is optional, why do partnership firms willingly go through this legal formality and gets themselves registered? Explain. രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും എന്തിനാണ് ഒരു പങ്കാളിത്ത സ്ഥാപനം സ്വമേധയാ രജിസ്റ്റർ ചെയ്യുന്നത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പങ്കാളിത്ത ബിസിനസിന്റെ കേസിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ കേസിൽ നിർബന്ധമായിട്ടും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഭാവിയിൽ പല രീതിയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള സമയത്ത് കമ്പനിക്ക് യഥാവിധി നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു പങ്കാളിത്ത സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. സ്ഥാപനം രജിസ്റ്റർ ചെയ്യാത്തവർക്കുണ്ടായേക്കാവുന്ന ചില പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, എ പാർട്ട്ണർ ഓഫ് എൻ അൺരജിസ്റ്റേർഡ് ഫേം കനോട്ട് ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ ഫേം ഓർ അതർ പാർട്ട്നേഴ്സ്. മറ്റു സ്ഥാപനത്തിനെതിരെയോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിലുള്ള മറ്റുള്ള എഗെയിൻസ്റ്റ് തന്നെ പരാതിപ്പെടാൻ സാധ്യമല്ല. മൂന്നാമത്തത് പറയുന്നത്, ദ ഫേം കനോട്ട് ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദ പാർട്ട്നേഴ്സ്. സ്ഥാപനത്തിന് പങ്കാളികൾക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 3 ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻ്റ് പ്രിവിലേജ് അവൈലബിൾ ടു എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മുൻഗണനകൾ എന്തെല്ലാം? ഇവിടെ പ്രധാനമായിട്ട് വരുന്ന മുൻഗണനകൾ ഒന്ന്, പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി ഫോംഡ് ബൈ ഓൺലി 2 മെമ്പേഴ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഏറ്റവും ചുരുങ്ങിയത് 2 പേരുണ്ടെങ്കിൽ ആ സ്ഥാപനം തുടങ്ങാൻ സാധിക്കും. അവിടെ കമ്പനിക്ക് നിയമപരമായിട്ടൊരു പ്രോസ്പെക്ടസ് തയ്യാറാക്കുകയോ അത് ഇഷ്യൂ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് റിസീവിംഗ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് കമ്പനിയുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിക്കാതെ തന്നെ ഷെയറുകൾ വീതിച്ച് ഷെയർ ഹോൾഡേഴ്സിന് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തത്, ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് ആസ് സൂൺ ആസ് ഇറ്റ് റിസീവ്സ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ച ഉടൻ കമ്പനിക്ക് ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അടുത്തത്, നാലാമത്തത്, ഇറ്റ് നീഡ്സ് ടു ഹാവ് ഓൺലി 2 ഡയറക്ടേഴ്സ്. 2 ഡയറക്ടേഴ്സ് മാത്രം മതി, ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു കീപ്പ് ആൻ ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്. അംഗങ്ങളുടെ പട്ടിക സൂക്ഷിക്കേണ്ട ആവശ്യകതയില്ല. നെക്സ്റ്റ്, ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ എമൗണ്ട് ഓഫ് ലോൺ ടു ദ ഡയറക്ടേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. ഡയറക്ടർമാർക്ക് നൽകുന്ന വായ്പാ തുകക്ക് പരിധിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ അതിന് ലഭിക്കുന്ന ചില വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൗ എക്സംപ്ലിഫൈ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം? എക്സ്പ്ലെയിൻ. എങ്ങനെയാണ് ഒരു സഹകരണ സംഘം ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നത്? വിശദീകരിക്കുക. ഒരു സഹകരണ സംഘത്തിൻ്റെ എല്ലാ സവിശേഷതകളും ജനാധിപത്യത്തിൻ്റെ മേലിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്.
കാരണം ആർക്ക് വേണമെങ്കിലും അംഗത്വം സ്വീകരിക്കാവുന്നതും അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ സഹകരണ സംഘത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സേവനം കൊടുക്കുക അല്ലെങ്കിൽ അംഗങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ളതാണ്. So all features of the cooperative society lend it to a democratic character. Further, the membership of a cooperative society is open to all, irrespective of their religion, caste and gender. The cooperative society, through its purpose, lays emphasis on the values of mutual help and welfare. These features prove the secular nature of cooperative societies. Question number 8. What is meant by partner by estoppel? Explain. എന്താണ് അനിഷേധ്യ പങ്കാളി? വിശദീകരിക്കുക. അനിഷേധ്യ പങ്കാളിയെക്കുറിച്ച് പറയുന്നത് സംസാരത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ പങ്കാളിയാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കപ്പെടുന്നു. ഇയാൾ സ്ഥാപനത്തിൻ്റെ ഇടപാടുകൾക്ക് ബാധ്യസ്ഥനായിരിക്കുമെന്നുള്ളതാണ്. So a person is considered as a partner by estoppel if by his talk, conduct or behavior leads others to believe that he is a partner of a firm. He is liable to third parties of a firm. ഒരാളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അയാളുടെ സംസാരം മൂലം മറ്റുള്ളവർക്ക് പങ്കാളിയാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അവരെയാണ് നമ്മൾ പൊതുവിൽ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ അല്ലെങ്കിൽ അനിഷേധ്യ പങ്കാളി എന്ന് പറയുന്നത്. 8 ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.